ഹലോ, അങ്ങനെ 5 ഡേയ്സിൻ്റെ കെനിയൻ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ദുബൈക്ക് എത്തിയിട്ടുണ്ടാവുക. ഞാൻ ഇപ്പോൾ ഇത് ബോട്ട് റൈഡിങ്ങിലാണ് ഇരുന്നിട്ടുള്ളത്. എന്ത് സംഭവം എന്ന് വെച്ചെങ്കിൽ നമ്മളെ 2 ബ്രദേഴ്സിൻ്റെ ഗ്രൂം ടു ബി ആണ് ഈ ക്രൂയിസിൽ നടക്കുന്നുള്ളത്. അപ്പം ഞാനും ഉമ്മാവും ആഷിക്കെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടാവുക. വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ 3 ഇവിടെ എത്തിയിട്ടുണ്ടാവുക. പിന്നെ കുറച്ച് ഫാമിലീസ് എല്ലാം മല്ലേ വന്നുകൊണ്ടുണ്ട്. പക്ഷേ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്തത് രാത്രി 9 മണിക്കാണ് കേട്ടോ. നല്ല അടിപൊളി വെതർ ആയതുകൊണ്ട് ഈ ഓപ്പൺ ക്രൂയിസിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടോ. പക്ഷെ ഒരു പേടി എന്താ വെച്ചാൽ കയാനും മാത്രമാവാ ഓൻ ഒറ്റയ്ക്ക് എന്തായാലും വിടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയില്ലല്ലോ, കാരണം താഴെ വെള്ളമാണെന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഉമ്മാൻ്റെ സ്വന്തം ബ്രദറിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഈ മോൻ്റെ അളിയൻ്റെയും കൂടിയാണ് ഗ്രൂം ടു ബി. പിന്നെ നമ്മളെ നെയ്ബർക്കും ഞങ്ങളെ കസിനൊക്കും എല്ലാവർക്കും. അപ്പോൾ പുതിയാപ്പിളമാർ 2 ആളുണ്ട്. 2 ആളിവിടെ എത്തിയിട്ടുണ്ട്. വൈറ്റും ഗ്രേ ഇട്ടിട്ടുള്ളതാണ് 2 പുതിയാപ്പിളമാർ കേട്ടോ. അപ്പോൾ എന്ത് പറയുന്നത്, നമ്മുടെ എല്ലാ സീനും ഇങ്ങനെ കണ്ടുകൊണ്ടുണ്ട്. അപ്പോഴത്തെ വേറൊരു ബോട്ട് റൈഡിങ് എല്ലാം നടക്കുന്നുണ്ട്. നല്ല അടിപൊളി ലൈറ്റിങ് അല്ലേ, കാണുമ്പോൾ എന്തോ ഒരു പാങ്ങനെ. അതുകൊണ്ട് തന്നെ നമ്മൾ ബിയം ക്യാപ്ചറാക്കി. അങ്ങനെ ടൈമെല്ലാം ഇരുട്ടായിക്കൊണ്ട് വരുന്നുണ്ട്. ആൾക്കാരെല്ലാം അതിനുള്ളിൽ ഫുള്ളായി എല്ലാവരും ഇരുന്നിട്ടുണ്ട്. പിന്നെ ഈ ക്രൂയിസിനുള്ളിലുള്ള ഈ ലൈറ്റിങ്സ് ഇല്ലേ, അത് നല്ലൊരു അട്രാക്ഷൻ ആയിട്ടുള്ള ലൈറ്റിങ്സ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് മുതലാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളെ ഒന്നാമത്തെ പുതിയാപ്പിള. അത് ബാക്കിൽ 2ാമത്തെ പുതിയാപ്പിള. എങ്ങനെയാ മംഗലായിട്ട് എന്ത് പറയാനുള്ളത്? ഫുള്ള് ചെലവന്നേനല്ല. അടുത്ത പുതിയാപ്പിള അങ്ങനെ എല്ലാവരും ബോട്ട് വിടാനുള്ള ആ ഒരു വെയിറ്റിങ്ങിലാണ് കേട്ടോ. കാരണം 7 മണിക്കേ വന്നിട്ടിരുന്നത് എല്ലാവർക്കും നല്ല ബോറടിച്ചെന്ന് തോന്നി. അപ്പോൾ ഒരു 9 മണി ആകുമ്പോഴത്തേക്കാണ് ബോട്ട് വിടുന്നതെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ക്രൂയിസിൽ ലൈറ്റെല്ലാം ഓണാക്കി. സ്റ്റാർട്ടായി. നീ അപ്പൊ ലോക്കല്ലോ പിന്നെ കണക്റ്റാണ്. ഇനി നമ്മളെ പുതിയാപ്പിളെല്ലാം ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് എൻ്റർ ആയിട്ടുണ്ട്. അങ്ങനെ പരിപാടിയെല്ലാം പൊലിസാക്കിയിട്ട് ഫുഡും കഴിച്ചിട്ടായി. ഇനി നേരെ താഴേക്ക് പോകണം. കാരണം എന്താ വെച്ചാൽ താഴെ കുറച്ച് അറബിക് ഡാൻസും എന്തെല്ലോ ഡാൻസ് ഉണ്ടെന്നെല്ലാം പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നേരെ താഴെ പോവാം. അങ്ങനെ കുറച്ച് ഡാൻസെല്ലാം നോക്കിയിട്ട് നമ്മൾ നേരത്തെ ക്രൂയിസിന് പുറത്ത് വന്നിട്ട് കുറച്ച് ഇരുന്നാവുക എന്ന് വെച്ചാൽ കുറച്ച് റിലാക്സ് ആവാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കേക്ക് കട്ടാക്കുന്ന ടൈമാണ്. അപ്പോൾ കേക്ക് കട്ടാക്കാൻ 2 പുതിയാപ്പിളമാരും എല്ലാ ഫാമിലീസും റൗണ്ടിൽ നിന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് നേരെ കേക്ക് കട്ടാക്കിയെങ്കിലോ ഇപ്പോൾ എൻ്റെ സമയം 10:30 മണിയായി. കാരണം 11 മണിയാകുമ്പോഴത്തേക്ക് ക്രൂയിസ് സ്റ്റോപ്പ് ആവും. അപ്പോൾ അതിൻ്റെ സ്ഥലത്തേക്ക് എത്താനായവ നമുക്ക് കയറിയ സ്ഥലത്തേക്ക് അപ്പോഴത്തേക്ക് കേക്കെല്ലാം കട്ടാക്കിയിട്ടായി.
ഇന്നത്തെ പരിപാടിയെല്ലാം അടിപൊളിയായി ഉഷാറായി. പിന്നെ നേരെ പോയിരിക്കും രാത്രി 11 മണി.